ഇന്ന് എനിക്ക് ഇവിടെ നല്ല ഫ്രഷ് വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടി ഞാൻ ഒരു 5 പീസ് വറ്റയുടെ മീൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കണം. അതും ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ടേസ്റ്റ്. ഇനി വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അത് കുറച്ച് കളറിന് വേണ്ടി കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പിടാം. എല്ലാം കൂടിയിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. മസാലയൊക്കെ റെഡിയാക്കി ഫിഷിൻ്റെ മുകളിൽ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കോരണം. മസാല പുരട്ടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഫിഷ് തിരിച്ചു മറിച്ചുവിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇരുമ്പ് ചീൻചട്ടിയിൽ ഫിഷ് ഫ്രൈ ചെയ്താൽ. ഇനി ഫിഷ് ഫ്രൈ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഓരോന്ന് വേവിച്ചെടുക്കാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫിഷ് നല്ല ഡീപ് ഫ്രൈ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഒന്നും കൂടി മസാലയിലിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വല്ലാതെ ഡീപ് ഫ്രൈ ആവണ്ട. ഫിഷ് ഫ്രൈ എല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെക്കാം. പിന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില അതെല്ലാം കൂടി ചേർന്ന് വേറൊരു പേസ്റ്റ് ആക്കണം. കുറച്ച് തേങ്ങയും കൂടി ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരി എടുത്ത് കുക്കറിൽ വേവിക്കാം. 2 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകിയ ശേഷം നമുക്ക് കുക്കറിലിട്ട് 2 വിസിലിന് വേവിക്കാം. 1-1.5 ഗ്ലാസ് വീതം വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ഗ്ലാസ് അരി അളന്ന് വെച്ച് നമുക്ക് അത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അരി കഴുകി ഊറ്റി വെച്ചു. ഇനി നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കാഷ്യൂനട്ട്, റേസൻസൊക്കെ ഒന്ന് വറുത്ത് കോരാം. അത് കോരി എടുത്ത ശേഷം കുക്കറിൽ തന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കതിൻ്റെ അകത്ത് കുറച്ച് സവാള ഇട്ടൊന്ന് വഴറ്റാം. സവാളയും കൂടി ഇട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് അരിയാണ്. അരി ഇട്ട് കുറച്ച് നേരം വഴറ്റണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നത്. അരി ഒന്ന് വഴന്ന് ഇത്തിരി വെള്ളം ഒന്ന് വറ്റി അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ തോതിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പോവില്ല. ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കിയാൽ ഓരോ മണി വീതം ചോറ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് 2 വിസിൽ വയ്ക്കുന്നത്. അങ്ങനെ നമ്മളുടെ കുക്കർ വിസിൽ വന്നു. 2 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്കൊക്കെ ഒന്ന് ഇടാം. പിന്നെ സവാള ഇടാം. ഫിഷ് ഫ്രൈ ചെയ്ത് അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റിയത്. ഇനി അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം ഒന്ന് വഴന്ന ശേഷം ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് മസാലകളാണ്. ആദ്യം തന്നെ ചേർത്തത് ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയാണ്. ഇതിനകത്ത് ഗ്രാമ്പൂ, പട്ട, ഏലക്കൊക്കെ പൊടിച്ചിട്ട് ഗരം മസാല രൂപത്തിലുണ്ടാക്കിയതാണ്. അത് ചേർത്ത ശേഷം ഇനി മസാലകൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 ചെറിയ തക്കാളിയാണ് മുറിച്ച് വെച്ചത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് മല്ലിയില, പുതിനയില, പച്ചമുളക് എല്ലാം ചതച്ചത് കുറച്ച് അതിനകത്ത് ഇടാം. പിന്നെ കറിവേപ്പില ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
തക്കാളിയും മസാലകളൊക്കെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ച തേങ്ങ, പെരിഞ്ചീരകം, മല്ലിയില, പുതിനയില എല്ലാം കൂടി ചേർത്ത് അരച്ചിട്ട് വരാം. ഈ അരച്ച മിശ്രിതം നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കണം. തേങ്ങ, പച്ചമുളക്, പെരിഞ്ചീരകം, മല്ലിയിലയൊക്കെ അരച്ചിട്ട് വന്ന് ബിരിയാണിക്ക് നമ്മൾ എപ്പോഴും കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പോലെ 2 മണി കുരുമുളകും കൂടി ഇട്ട് അരച്ചാൽ നന്നായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങ, കുരുമുളക്, പെരിഞ്ചീരകം ഒക്കെ ചേർത്ത് അരച്ചിട്ടാൽ. തൈര് ചേർത്ത് അരച്ചെടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഇപ്രാവശ്യം ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല. തൈരും മീനും വർജ്യമാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് ബിരിയാണിക്കുള്ള മസാല റെഡിയായി. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അകത്തേക്ക് ഓരോന്നോരോന്നായി ചേർക്കാം. എന്നിട്ട് ഒന്ന് മസാല പിടിക്കുന്നവരെ കുറച്ച് സമയം ഇതിനകത്തേക്ക് ഇട്ട ശേഷം വേണമെങ്കിൽ ഫിഷ് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഫിഷ് ബിരിയാണി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇട്ടിട്ട് മസാല ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് മീൻ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് മസാല പിടിച്ച ശേഷം ഓരോ ഫിഷ് വീതം എടുത്ത് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തത് മുഴുവൻ ഇതിനകത്തിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മസാലയൊക്കെ ഒന്ന് മൂടി വെച്ചു. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു. നമുക്കൊരു പുളിപ്പ് രസം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിന് തൈര് ഒഴിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസാണ് ഒഴിച്ചത്. ചോറെടുത്ത് മിക്സ് ചെയ്ത് ദമ്മിടാം. നമ്മൾ ഇതിനകത്ത് പുളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ച് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫിഷ് ബിരിയാണിക്കുള്ള മസാല റെഡിയായി. ഫിഷ് മുഴുവൻ ഉള്ളിലിട്ട് മസാല മുകളിലേക്ക് ആക്കി വെച്ച് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി മിക്സ് ചെയ്യേണ്ട സമയമായി. മീനൊന്നും പൊട്ടാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് മീൻ മാത്രം എടുത്തു വെച്ച് മസാല ഇട്ട് ചോറ് മിക്സ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനൊരു ചീനച്ചട്ടി തന്നെയാണ് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ദമ്മിടാൻ പോകുന്നത്. നമുക്കിത് പാത്രത്തിൽ കുറച്ച് അടിയിൽ മസാല ഇട്ടിട്ട് മുകളിൽ ചോറ് വെച്ച് ദമ്മിടാം. ഫിഷ് ബിരിയാണിക്കുള്ള ചോറ് കുക്കറിലാണ് വേവിച്ചത്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയത്. അത് തുറക്കുന്ന വീഡിയോ എനിക്ക് ഇവിടെ മിസ്സായി. നെയ്ച്ചോറും ഫിഷ് മസാലയും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് ദമ്മിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇട്ടത്. മിനീസ് അടുക്കള ചാനലിൽ ഞാൻ ഫിഷ് ബിരിയാണിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കരിമീൻ ബിരിയാണി, അയില ബിരിയാണി, അതിലൊക്കെ നെയ്ച്ചോറുണ്ടാക്കി മിക്സ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കാം. ഇന്ന് ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിനീസ് അടുക്കള സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ സബ് ചെയ്യുമ്പം ബെല്ലും ഓളും അടിക്കാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം.